1904 രണ്ടാമത്തെ വാർഷിക സമ്മേളനം നടത്തുമ്പോൾ ഇതിന്റെ പേരിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. അഭിനവ് ഭാരത് എന്ന് പറയുന്ന സംഘടനയായിട്ട് ഇത് മാറുന്നുണ്ട്. മിത്രമേള എന്ന് പറയുന്ന അഭിനവ് ഭാരത് എന്ന് പറയുന്ന സംഘടനയായിട്ട് മാറ്റുന്നുണ്ട്. ഇതിന്റെ ഒക്കെ നമ്മൾ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഫാഡ്കെ ഉണ്ടാക്കിയ പോലെ 3-4 ഘടകങ്ങൾ ഉണ്ടാവും. ഒരു ഘടകം ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു ഘടകം. ഏറ്റവും അവസാനത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു കോർ സംഘടന, അതൊരു ഭീകരവാദ സംഘടനയുടേതുപോലെ ഒരു ഘടകമായിരിക്കും ഏറ്റവും കോറിലുണ്ടാവുക. അപ്പം മിത്രമേളയുടെ കോറിലുണ്ടായിരുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ സവർക്കറാണ്, സ്വാഭാവികമായിട്ട് സവർക്കറാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ മെട്രിക്കുലേഷൻ പാസ്സായ ശേഷം സവർക്കർ കോളേജിൽ ചേരുകയാണ്. പൂനെയിലാണ്, ഫെർഗൂസൺ കോളേജിലാണ് ചേരുന്നത്. ഫെർഗൂസൺ കോളേജിൽ ചേരുന്നതിന് മുമ്പായി, അതിനു മുമ്പ് GD സവർക്കർ വിവാഹം കഴിച്ചിട്ടുണ്ട്. GD സവർക്കറിന്റെ ഭാര്യയാണ്. സവർക്കർ സ്ത്രീകളോട് പൊതുവെ സ്ത്രീകളെ രണ്ടാംകിട പൗരകളായിട്ട് മാത്രം കണ്ടിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് ഇപ്പൊ സവർക്കർക്ക് അനുകൂലമായിട്ട് ജീവചരിത്രം എഴുതിയ ആൾക്കാർ പോലും പലപ്പോഴും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഭാര്യ മരിച്ചപ്പം സവർക്കർ ആ ചടങ്ങിനെ പോകുന്നില്ല, ആൾക്കാർ നിർബന്ധിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ എപ്പോഴും സ്ത്രീകളെ എപ്പോഴും ഒരു സെക്കൻഡ് റേറ്റ് സിറ്റിസൺ തന്നെയായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക ഫാസിസ്റ്റ് ഘടനയുടെ ഒരു സംഗതിയാണ്. നല്ല ആൺകുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ മാത്രമായിട്ടാണ് സ്ത്രീകളെ അവർ കണ്ടിരുന്നത്. പക്ഷെ സവർക്കറുടെ ജീവിതത്തിൽ ഏറ്റവും 2 സ്ത്രീകളെ കുറിച്ച് മാത്രമാണ് സവർക്കർ കുറച്ച് ഒരു പരിഗണന കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഈ GD സവർക്കറുടെ ചേട്ടന്റെ ഭാര്യയെ പറ്റിയിട്ടാണ്. യശുവാഹിനി എന്നാണ് അവർ പേര്, യശോദ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അപ്പൊ ഈ ഏതാണ്ട് സവർക്കറിന്റെ അതേ പ്രായമാണ്, സവർക്കറേക്കാളും കുറച്ച് പ്രായം കുറവായിരുന്നു അവർക്ക്. അപ്പൊ അവര് തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അപ്പം സവർക്കറുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയെ പറ്റി നന്നായിട്ട് എഴുതിയിട്ടുള്ളത് ഇതാണ്. രണ്ടാമത് ജീവചരിത്ര സവർക്കർ എഴുതിയിട്ടില്ലെങ്കിലും മറ്റ് ചില ജീവചരിത്രകാരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ലോറൻസ് മാർഗരറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാമുകി ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് സവർക്കറെ സ്വാധീനിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു വനിത എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമുക്ക് എവിഡൻസസ് ഒന്നുമില്ല. പല ജീവചരിത്ര രചയിതാക്കളും കാണിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. അതിന്റെ വേറെ എവിഡൻസസ് ഒന്നും കണ്ടിട്ടില്ല. സവർക്കറാണെങ്കിൽ അതിനെപ്പറ്റി മിണ്ടിയിട്ടേ ഇല്ല. അപ്പോൾ സവർക്കർ ഇതേപോലെ കോളേജിൽ ചേരുന്നതിന് മുമ്പ് തന്നെ സവർക്കറുടെയും വിവാഹം കഴിക്കുന്നുണ്ട്. യമുനാബായി എന്ന് പറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ യമുനാബായിയുടെ അച്ഛനാണ് സവർക്കർക്ക് കോളേജിൽ പഠിക്കാനുള്ള പണം കൊടുക്കുന്ന ആൾ. അതുപയോഗിച്ചിട്ടാണ് ഫെർഗൂസൺ കോളേജിൽ ചെന്ന് ചേരുന്നത്. ഫെർഗൂസൺ കോളേജിൽ ചെന്ന് ചേർന്ന് അവിടെയും മിത്രമേളയുടെ ഒരു സംഘടന ഉണ്ടാക്കി. അപ്പം ഇത് ഒളിപ്പോര് നടത്തി ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഈ മിത്രമേളയുടെയും പിൽക്കാലത്ത് അതിന്റെ പേര് മാറ്റി അഭിനവ് ഭാരത് ആവുമ്പോഴും അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് സായുധ പോരാട്ടമാണ്. എന്ന് പറഞ്ഞാല് അത് ഒരു ശത്രുവിനെതിരെ നടത്തുന്ന യുദ്ധമാണ്, അല്ലാതെ നമ്മൾ പറയുന്ന പോലെ സ്ട്രഗിൾ അല്ല, അത് വാറാണത്. അപ്പൊ ഈ വാറിന് വേണ്ടി ആളെ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഉള്ളത്. അവിടെ സവർക്കർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തിലക് അപ്പം ആ സമയത്തുണ്ട്. തിലകിന്റെ അനുയായിയാണ് സവർക്കർ എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെ കാൽ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ആ സമയത്ത് ഈ പറയുന്ന എക്സ്ട്രീം ബ്രാഹ്മണ സ്വഭാവമുള്ള, ബ്രാഹ്മണ തീവ്രവാദ സ്വഭാവമുള്ള ഒരു മാസിക അന്ന് കാൽ എന്ന് പറയുന്നത് പുറപ്പെടുന്നുണ്ട്. SM പരാഞ്ജിപേ എന്ന് പറയുന്ന ഒരാളായിരുന്നു അതിന്റെ എഡിറ്റർ. ഈ കാലാണ് മറ്റൊരു തരത്തില് സവർക്കറെ സ്വാധീനിച്ചിട്ടുള്ള, അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പത്രികയായിരുന്നു അത്. അതാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. പൂനെയിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തിലകിന്റെയും അതുപോലെ തന്നെ ഈ പരാഞ്ജിപേയുടെ ഒക്കെ അടുത്തേക്കാണ് ഇദ്ദേഹം വരുന്നത്. അപ്പൊ അവിടെ തിലക് ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെ 2 വിഭാഗം ഉണ്ടാവുന്നുണ്ട്. ഗോഖലെ ഒരു വശത്തും തിലക് മറുവശത്തുമായിട്ട് ഉള്ള ഒരു ധ്രുവീകരണം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഗോഖലെയുടെ ആ ഗ്രൂപ്പിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അപ്പൊ ഗോഖലെ പക്ഷക്കാര് പഞ്ചാബില് ഈ പറയുന്ന കോൺഗ്രസിന്റെ പഞ്ചാബ് ഘടകത്തില് സിഖുകാർക്കും മുസ്ലിങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തു എന്ന് പറയുന്ന ഒരു ആരോപണം തിലക് ഉന്നയിക്കുന്നുണ്ട്. അന്ന് ഈ പറയുന്ന കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ
എല്ലാ തരത്തിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളും ബ്രാഹ്മണിക് പ്രസ്ഥാനങ്ങളാണ് അധികം. അപ്പൊ ഗോഖലെ ആ പറയുന്ന ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കൂടി വന്ന സവർണർ എന്നാണ് അർത്ഥം, അല്ലാതെ മറ്റർത്ഥമില്ല. അപ്പൊ അവിടെ സിഖുകാർക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തു എന്ന ആരോപണം ഉന്നയിച്ചു നിൽക്കുന്ന സമയമാണ്. തിലകിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, തിലകിന് ജനപ്രീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവർക്കർ തിലകനെ അന്ന് കാണുന്നുണ്ട്. പോയി കണ്ടിട്ട് മുഴുവൻ അഭിനവ് ഭാരത് പ്രവർത്തകരുടെയും പിന്തുണ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ തിലകിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പരിപാടി 1905 സവർക്കറുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുക എന്ന് പറയുന്ന ഏർപ്പാടാണ്. അപ്പോൾ ഈ 1905 വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്നതോടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തിലകായി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ചാമ്പ്യനായിട്ട് തിലക് വീണ്ടും മുന്നിൽ വരാനാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ മുൻകൈ എടുക്കുന്ന സവർക്കറാണ്. സവർക്കറിന്റെ ഒരു പൊതുപ്രത്യക്ഷത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തരത്തില് തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഒരു പബ്ലിക് സ്പിയറിലേക്ക് സവർക്കർ വരുന്നത് ഈ ആക്ഷനോട് കൂടിയിട്ടാണ്. ഇതിന്റെ ഫലമായിട്ട് ഫർഗൂസൺ കോളേജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ കോളേജ് ഒന്നുമല്ല, മറിച്ച് ഗോഖലെയും കൂട്ടൻ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ പരിഷ്കരണവാദികൾ നടത്തിയിരുന്ന കോളേജായിരുന്നു. അപ്പൊ അതിന്റെ ഹോസ്റ്റലിൽ നിന്ന് ഇയാളെ പുറത്താക്കി, സവർക്കറെ പുറത്താക്കി. ഈ പറഞ്ഞ സമരത്തിന്റെ പേരിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. തിലക് ഇവർക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഗോഖലെയും കൂട്ടർക്കെതിരെ ആഞ്ഞടിക്കാൻ, ദേശസ്നേഹപരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ പുറത്താക്കുന്ന, ഗോഖലേനെ ഉന്നം വെച്ചിട്ടാണ്. ഗോഖലെ കോൺഗ്രസിലെ ഏതൊരു ഗ്രൂപ്പിലാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ഒറ്റയടിക്ക് ഇപ്പൊ ഈ കാണുമ്പോ ഇത് ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിട്ട് നമുക്ക് വായിക്കാമെങ്കിൽ കൂടിയും ഇതിന്റെ അനന്തരഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പരിഷ്കരണവാദികളും അല്ലെങ്കിൽ യാഥാസ്ഥിതികരും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഫലമായി ആവിഷ്കരിക്കപ്പെട്ട ഒന്നാണ്. ഈ യാഥാസ്ഥിതികർക്ക് മേൽക്കൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല അതിനെ തുടർന്നുള്ള വാഗ്വാദങ്ങളും ബ്രിട്ടീഷുകാരായിട്ടൊന്നല്ല, മറിച്ച് ഈ പറയുന്ന ഇന്ത്യക്കാരായി അല്ലെങ്കിൽ തനിക്കെതിരെ നിൽക്കുന്ന ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതോട് കൂടിയിട്ട് തിലകിന്റെ ശ്രദ്ധ ആരിൽ പതിയുന്നു? സവർക്കറിൽ പതിയുന്നു. അങ്ങനെ സവർക്കറിൽ പതിഞ്ഞതിന്റെ ഒരു ഗുണം സവർക്കർക്ക് കിട്ടുന്നത്, ഡിഗ്രി കഴിഞ്ഞു, BA പാസ്സായി. BA പാസ്സായിട്ട് ആദ്യം സവർക്കർ പോകുന്നത് ലോ ഡിഗ്രി എടുക്കാനാണ്. ബോംബെയിലേക്കാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. പക്ഷേ ബോംബെയിൽ അധികം കാലം കഴിയുന്നതിന് മുമ്പ് സവർക്കർക്ക് ലണ്ടനിൽ, ഇംഗ്ലണ്ടിൽ പോകാനുള്ള അവസരം കിട്ടുകയാണ്. ഇംഗ്ലണ്ടിൽ പോകാനുള്ള അവസരം കിട്ടുന്നത് അന്ന് ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഇന്ത്യക്കാരനാണ്. ഗുജറാത്തിലെ കച്ചിലെ ആളായിരുന്നു. അയാള് സംസ്കൃത പണ്ഡിതനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ അന്ന് ദയാനന്ദ സരസ്വതി ആര്യസമാജത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്ത് ഇദ്ദേഹത്തിന്റെ സംസ്കൃത പാണ്ഡിത്യം ഉള്ളതുകൊണ്ട് ദയാനന്ദ സരസ്വതിയുടെ അനുയായിയായിട്ട് പലയിടത്തും പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ശ്യാംജി കൃഷ്ണവർമ്മ. പിന്നീട് മോൺസിയർ വില്യംസ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ വരികയും വലിയ ഇൻഡോളജിസ്റ്റ്, ഇന്ത്യൻ പുരാണങ്ങളിലും ഇന്ത്യൻ ഗ്രന്ഥങ്ങളിലും പ്രാവീണ്യമുള്ള ഒരു ഇൻഡോളജിസ്റ്റായിട്ട് പേരെടുക്കുകയും ചെയ്ത വില്യംസ് ഇദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഇംഗ്ലണ്ടിൽ വലിയ പഠനമൊക്കെ നടത്താനുള്ള ഒരു സൗഭാഗ്യം ആൾക്ക് കിട്ടി. തിരിച്ച് നാട്ടിൽ വന്ന് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം ദിവാനൊക്കെ ആയിട്ട് പല സ്റ്റേറ്റുകളിലും ജോലി നോക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളായിട്ട് അദ്ദേഹത്തിന് അസ്വാരസ്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ബന്ധം നല്ലതല്ലാതായി തീർന്നതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം അയാൾക്ക് ഉണ്ടാവുന്നു. അങ്ങനെ അദ്ദേഹം തിലകൈറ്റ് ആവുകയാണ്, തിലകന്റെ അനുയായി ആവുകയാണ്. ആ തിലകന്റെ അനുയായിയായി തീർന്ന അദ്ദേഹം വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. ഇവിടെ ദിവാൻ ഉദ്യോഗമൊക്കെ മാറ്റി നിർത്തി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയപ്പോൾ ഇംഗ്ലണ്ടിൽ ഈ പുതിയ തരത്തിലുള്ള സംഗതികൾ, ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓഹരികൾ, ഇതൊക്കെ ബൂം ചെയ്യുന്ന ഒരു കാലമാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമുള്ള ഒരു വലിയ പുതിയ സാമ്പത്തിക വ്യവഹാരം നടക്കുന്ന ഒരിടമാണ്. അപ്പൊ അതിലൊക്കെ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യും, ഇയാൾക്ക് വലിയ ലാഭം കിട്ടുകയും ചെയ്തു. ഈ പറയുന്ന സ്റ്റോക്കിലും ഓഹരികളിലൊക്കെ നിക്ഷേപിച്ചിട്ട് വലിയ പൈസ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാക്കുമ്പോഴും, ബ്രിട്ടീഷ് മാർക്കറ്റിൽ നിക്ഷേപിച്ച് പൈസ ഉണ്ടാക്കുമ്പോഴും
അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരോടുള്ള വൈരാഗ്യമുണ്ട്. കാരണം തൻ്റെ ദിവാൻ ജോലി പോയതിന്റെ കാരണം ബ്രിട്ടീഷുകാരായിട്ടുള്ള എതിർപ്പായിരുന്നു. ബ്രിട്ടീഷുകാരായിട്ടുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ കൊണ്ടാണെന്ന് ഉള്ള കാര്യം അദ്ദേഹത്തിനെ ബ്രിട്ടീഷ് വിരുദ്ധനാക്കി നിലനിർത്തിയിരുന്നു. അപ്പൊ അന്ന് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു മാസിക ഇദ്ദേഹവും മാഡം കാമ എന്ന് പറയുന്ന പാഴ്സി സ്ത്രീയും കൂടിയിട്ട് അവിടുന്ന് പുറത്തിറക്കിയിരുന്നു. മാഡം കാമയും നമുക്കറിയാവുന്ന പോലെ ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ പാഴ്സി ആയിരുന്നു. അവർ രുസ്തം കാമ എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചു. പക്ഷെ ഈ പ്ലേഗ് ബാധയൊക്കെ വന്നപ്പോൾ ഈ രുസ്തം കാമയായിട്ടുള്ള ഒരു ബന്ധം ശരിയായിരുന്നില്ല. അതുകൊണ്ട് അവര് വേർപെടും. പ്ലേഗ് ബാധ വന്ന കാലത്ത് അവർ വലിയ സേവന പ്രവർത്തനം ബോംബെ നടത്തുന്നുണ്ട്. അങ്ങനെ പ്ലേഗ് പിടിവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അവര് ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ഇറക്കുന്നതിൽ ഈ ശ്യാംജി കൃഷ്ണവർമ്മയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് മാഡം കാമ. അപ്പൊ ശ്യാംജി കൃഷ്ണവർമ്മ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം നിമിത്തം അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. അദ്ദേഹം ഇന്ത്യ ഹൗസ് എന്ന് പറയുന്ന ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കി. ഒരുപാട് പൈസ ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഇന്ത്യ ഹൗസ് ഉണ്ടാക്കാണ്. ലണ്ടനിലെ ഹൈഗേറ്റിൽ ഇപ്പോഴും ഉണ്ട് ഇന്ത്യ ഹൗസ് എന്ന് പറഞ്ഞ ആ കെട്ടിടം. ഇന്ത്യ ഹൗസിൽ ആദ്യം 50 വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിൽ വലിയ കെട്ടിടമാണ്. അതുപോലെ തന്നെ കളിസ്ഥലവും ഒക്കെ ഇന്നത്തെ ഒരു ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഗതി ഉണ്ടാക്കുകയാണ്. മാത്രമല്ല, സാധാരണ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലണ്ടിലേക്ക് വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ്. ഇംഗ്ലണ്ടിൽ പഠിക്കുന്നതിന് പൈസ വേണം, ഇവിടേക്ക് വരാനുള്ള പൈസ വേണം. അപ്പൊ സാധാരണ ഇപ്പം ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് ഈ സാമ്പത്തിക സ്രോതസ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും വരാൻ പറ്റില്ല. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള രീതി ആവിഷ്കരിക്കാൻ ശ്യാംജി കൃഷ്ണവർമ്മ ഇവിടെ വന്ന് താമസിക്കാം, പഠിക്കാം. അപ്പോൾ ആദ്യം അഡ്വാൻസ് ചെയ്യും. ഇദ്ദേഹം അഡ്വാൻസ് ചെയ്യും പൈസ. ഇവിടെ വന്നതിന് ശേഷം ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ പൈസ ചെറിയ ചെറിയ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ച് അടച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിലാണ് ഇന്ത്യ ഹൗസ് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് 3 സ്കോളർഷിപ്പ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് റാണ പ്രതാപിന്റെ പേരിൽ, ഒന്ന് ശിവജിയുടെ പേരിൽ, ഒന്ന് അക്ബർ ചക്രവർത്തിയുടെ പേരിൽ. 3 സ്കോളർഷിപ്പുകളെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അപ്പൊ അതിൽ ശിവജി സ്കോളർഷിപ്പ് കിട്ടുന്ന സവർക്കർക്കാണ്, VD സവർക്കർക്കാണ്. അന്ന് തിലകും അതുപോലെ തന്നെ കാൽപത്രാധിപർ SM പരാഞ്ജിപ്പയും. തിലകിന്റെ ഉറ്റ അനുയായിയാണ് ശ്യാംജി കൃഷ്ണവർമ്മ. അതുകൊണ്ട് തിലകും SM പരാഞ്ജിപ്പയും റെക്കമെൻഡ് ചെയ്തതനുസരിച്ചിട്ട് സവർക്കർക്ക് സ്കോളർഷിപ്പ് കിട്ടുകയാണ്. അപ്പൊ 2000 രൂപയാണ് സ്കോളർഷിപ്പ്. അത് വലിയ തുകയാണെന്ന്. അപ്പൊ 2000 രൂപ ഒന്നിച്ച് കൈ തരില്ല. അത് 400 രൂപ വെച്ചിട്ട് 5 തവണയായിട്ടാണ് തരിക. അപ്പൊ ആദ്യത്തെ 400 രൂപ സവർക്കർക്ക് കിട്ടും. ആ പൈസയും കൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോഴേക്കും ആദ്യത്തെ സവർക്കർക്ക് ഒരു മകൻ ജനിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രഭാകർ ആണെന്ന് തോന്നുന്നു, ജനിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് 1906 സവർക്കർ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് ഇന്ത്യ ഹൗസിൽ താമസിക്കുന്നു. ഇന്ത്യ ഹൗസിൽ അന്ന് ഈ പറഞ്ഞ പോലെ ശ്യാംജി കൃഷ്ണവർമ്മയുണ്ട്, മാഡം കാമ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെത്തിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പല ആൾക്കാരും സ്വദേശീയ വിമാനത്താൽ പ്രചോദിതരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ അവിടെ ഉണ്ട്. ഒരാൾ VVS അയ്യർ എന്ന് പറയുന്ന ആളാണ്. ഒരാള് ആചാര്യ എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ സേനാപതി ബപ്പട്ട് എന്ന് പറയുന്ന, അന്ന് ഈ അദ്ദേഹം മഹാരാഷ്ട്രക്കാരൻ തന്നെയാണ്. ഈ ചപ്പേക്കർ ബ്രദേഴ്സിന്റെ ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ശിഷ്യനാണ് ഈ സേനാപതി ബപ്പട്ട്. അവിടെ ഉണ്ട്. മദൻലാൽ ദിംഗ്ര അവിടെ ഉണ്ട്. നിരഞ്ജൻ പാൽ അവിടെ ഉണ്ട്. അങ്ങനെ പല ആൾക്കാരും കൂടി ഈ പറയുന്ന ഇന്ത്യ ഹൗസിലുണ്ട്. അപ്പൊ ഇന്ത്യ ഹൗസിൽ മിത്രമേളയുടെ ഒരു വിദേശ ശാഖ സവർക്കർ ഉണ്ടാക്കും. ഇന്ത്യ ഇൻഡിപെൻഡൻസ് സൊസൈറ്റി എന്നോ മറ്റുള്ള പേരിൽ ആണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ അന്ന് ഇംഗ്ലണ്ടിന്റെ പ്രത്യേകത, ലണ്ടന്റെ പ്രത്യേകത, ലണ്ടനിലെ ഗ്രേയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം ബാരിസ്റ്റർ വക്കീലായിട്ട് പഠിക്കാനുള്ള അവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. അവിടെ ഇംഗ്ലണ്ടിന്റെ പ്രത്യേകത എന്ന് എന്താ വെച്ചാൽ ലോകത്തിലെ എല്ലാ വിപ്ലവകാരികളും വന്നു ചേരുന്ന സ്ഥലമായിരുന്നു.
അപ്പൊ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അത് കോളനികളെ അടിച്ചമർത്തുന്ന ഒരു ഭരണമാണ് കാഴ്ചവെച്ചിരുന്നെങ്കിലും ലണ്ടനിൽ അവർ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ പുറമേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേയും കൂടി വിസ്തൃതമായ ജനാധിപത്യ ബോധം നിലനിർത്തുന്ന ഒരു ജനതയെയും ഒരു വ്യവസ്ഥയെയും സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അപ്പൊ ആ കാലത്ത് ലെനിനെ പോലുള്ള ഒരാള് ഏതാണ്ട് ആ സമയത്ത് ലണ്ടനിലുണ്ട്, അല്ലെങ്കിൽ ലോകത്തെ വിവിധ വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട്. അപ്പോ സവർക്കർ ഇപ്പം പലർക്കും ഇപ്പൊ ഇംഗ്ലണ്ടിലെ വിപ്ലവകാരികൾക്ക് പലർക്കും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചോ ഇന്ത്യയിലെ വർണ്ണവ്യവസ്ഥയെക്കുറിച്ചൊന്നും യാതൊരു ബോധ്യവും ഇല്ല. അപ്പൊ പലപ്പോഴും പലരും ഈ റെവല്യൂഷണറി ഗ്രൂപ്പ്സ് പലരും ഇവരെയും റെവല്യൂഷണറീസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഒരു ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായിട്ട് ചലിക്കുന്ന ഒരു ബ്രിട്ടീഷ് വിരുദ്ധതയാണ് ഇവരെ നയിക്കുന്നതെന്ന് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മറിച്ച് റവല്യൂഷണറീസ് അന്ന് ലോകത്ത് മുഴുവൻ സായുധ പോരാട്ടത്തിൽ വിശ്വസിക്കുന്നു, ഇവരും സായുധ പോരാട്ടത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ആ സമയത്ത് സവർക്കർ ആദ്യത്തെ പുസ്തകം എഴുതുന്നത് ഇംഗ്ലണ്ടിൽ ചെന്ന പിന്നെയാണ്. 1907 മറ്റോ ആണ് ആദ്യത്തെ പുസ്തകം എഴുതുന്നത്. ആ പുസ്തകം ജോസഫ് മസീനിയെ പറ്റിയിട്ടുള്ള, ഇറ്റലിയെ ഏകീകരിച്ച മസീനിയെ പറ്റിയുള്ള പുസ്തകമാണ് ആദ്യത്തെ സവർക്കറുടെ പ്രിന്റഡ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ മസീനി ഈ ആസ്ട്രിയൻ ഗവൺമെന്റിനെതിരെ ഇറ്റാലിയൻ ദേശീയത എന്ന് പറയുന്ന ഒരു വികാരം വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഇറ്റലിയുടെ ഏകീകരണത്തിന് ഗാരിബാൾഡിയും മസീനിയും പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ദേശീയത എന്ന് പറയുന്ന ഒരു ആശയമാണ് അവിടെ മസീനിയെ വിജയിപ്പിച്ചെടുത്ത ഒരാശയം. അപ്പൊ ഇത് മതാധിഷ്ഠിതമായൊരു ദേശീയത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലും അതിനെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിചാരമാണ് സവർക്കർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് മസീനിയുടെ ആത്മകഥ ആണ് ആദ്യമായിട്ട് മറാഠിയിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. അത് ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ട് മഹാരാഷ്ട്രയിലാണ് അത് അച്ചടിക്കുന്നത്. മഹാരാഷ്ട്രയിൽ അച്ചടിച്ച് വിതരണം ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ അപ്പൊ തന്നെ ബ്രിട്ടീഷുകാരത് നിരോധിക്കുന്നുണ്ട്, ആ പുസ്തകം നിരോധിക്കുന്നുണ്ട്. രണ്ടാമത്തെ പുസ്തകം സവർക്കർ എഴുതുന്ന 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പറ്റിയാണ്. അപ്പോൾ ഒരു സവർക്കറെ പറ്റി പറയുമ്പോൾ ഇപ്പം അമിത്ഷാ അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സ്വാതന്ത്ര്യ മാറ്റിയെടുത്തത് അല്ലെങ്കിൽ ആ തരത്തിൽ അവതരിപ്പിച്ചത് സവർക്കറാണ്, ധീരദേശാഭിമാനിയായ സവർക്കറാണെന്നാണ് പ്രഖ്യാപിച്ചത്. കാരണം ശിപ്പായി ലഹള എന്നായിരുന്നു ബ്രിട്ടീഷുകാർ അതിനെ വിളിച്ചിരുന്നത്. സിപ്പായിമാർ നടത്തിയ ഒരു ലഹളയായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെയല്ല, അത് സ്വാതന്ത്ര്യ സമരമാണെന്ന് കാണിച്ചത് സവർക്കറാണ്, ഈ പുസ്തകത്തിൽ കൂടെയാണെന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഒരു ചെറിയ വ്യത്യാസം അതിലുണ്ട്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് സവർക്കറുടെ പുസ്തകത്തിന്റെ പേര്. ഫസ്റ്റ് സ്ട്രഗിൾ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ല. ഈ സ്ട്രഗിളും വാറും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് വിരുദ്ധതയെയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരത്തെയും വേർതിരിക്കുന്ന ഘടകമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, സവർക്കർ തന്നെ തൻ്റെ സ്വതന്ത്ര രാഷ്ട്രത്തെ പറ്റിയുള്ള സങ്കല്പം അക്കാലത്ത് ഒരു സഹപ്രവർത്തകരോട് അവതരിപ്പിക്കുന്നുണ്ട്. ആ സങ്കല്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായാൽ ഇന്ത്യയുടെ ഘടന അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നാട്ടുരാജാക്കന്മാർ ചേർന്നിട്ടാണ്, ഹിന്ദു നാട്ടുരാജാക്കന്മാർ ചേർന്നിട്ടുള്ള ഒരു ഉപരിസഭ, മറ്റുള്ളവർ ചേർന്നിട്ടുള്ള, പിന്നെ അവർ തെരഞ്ഞെടുക്കുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുക്കുന്ന ഒരു അധോസഭ. ഇതിന്റെ തലവനായിട്ട് ഒരു രാജാവായിരിക്കും. അതില് ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ എതിരിട്ട രാജാവായിരിക്കും ഈ ഇന്ത്യ രാജ്യത്തിന്റെ രാജാവ്. എന്ന് പറഞ്ഞാൽ രാജ്യസങ്കല്പമാണ്, അല്ലാതെ ഒരു റിപ്പബ്ലിക്കിനെ പറ്റിയുള്ള ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ സങ്കല്പമൊന്നുമല്ല, രാജ്യസങ്കല്പം തന്നെയാണ് സവർക്കറെ ഈ വിപ്ലവകാരികളുമായി കൂടിക്കഴിഞ്ഞ ഘട്ടത്തിൽ പോലും നയിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, മിത്രമേളയിൽ അംഗങ്ങളായിട്ട് തീർക്കുക, ഇന്ത്യ ഇൻഡിപെൻഡൻസ് ലീഗിലൊക്കെ അംഗങ്ങളായിട്ട് ചേർക്കുന്നത് നമ്മൾ എന്തെങ്കിലും ആധുനികമായിട്ടുള്ള രീതിയിലൊന്നുമല്ല. നിങ്ങൾക്കിപ്പം നമുക്ക് ഇതിനോട് ആഭിമുഖ്യം ഉണ്ടെന്ന് അറിയുന്നു, അതിനോട് പ്രവർത്തിക്കുന്നു, അതിന്റെ കൂട്ടത്തിലാക്കുന്നു, അങ്ങനെയൊക്കെയാണല്ലോ ഒരു സംഘത്തിൽ ചേരുക. ഇതൊന്നുമല്ല, ഇത് പ്രതിജ്ഞ ചെയ്തിട്ടാണ് പറഞ്ഞ ദൈവത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതഗ്രന്ഥത്തിന്റെ മുന്നിലോ ഗീത പോലുള്ളൊരു സംഗതിക്ക് മുന്നിലോ പ്രതിജ്ഞ ചെയ്ത് ഞാൻ ഇതിൽ അംഗമാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതും
ഈ പറയുന്ന പിൽക്കാലത്ത് സവർക്കർക്കെതിരെയുള്ള കോടതി വിചാരണയിൽ മാപ്പുസാക്ഷികളായവര് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവിടെ പ്രവർത്തിക്കുമ്പോ ഈ 2 ഗ്രന്ഥങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ ഈ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കുറച്ച് പണിപ്പെടേണ്ടി വന്നു സവർക്കർക്ക്. കാരണം ബ്രിട്ടീഷുകാര് അതിനെതിരായത്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് VV വരി ഹോളണ്ടിലൊക്കെ കൊണ്ടുപോയിട്ട് അച്ചടിച്ചിട്ട് അത് ഇന്ത്യയിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ ഷേക്സ്പിയറുടെ കൃതിയൊക്കെ പോലെ ഒരു പാക്കിംഗ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ ഘട്ടമാണ് സവർക്കറുടെ ഒരു പക്ഷേ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അല്പമെങ്കിലും അപരമത സഹിഷ്ണുത കാണിച്ചിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയും. ചെറുപ്പകാലത്തെ കുറിച്ച് എഴുതുമ്പോൾ നമുക്കറിയാം ബാഗൂര് പള്ളി ആക്രമിക്കാനാണ് പോകുന്നത്. ഈ 2ാം ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്താണ് മുസ്ലിങ്ങളോട് കുറച്ചുകൂടി ഒരു സൗമനസ്യം സവർക്കർ കാണിക്കുന്നത്. അതിന്റെ കാരണം സവർക്കർ എന്നെ എഴുതുന്നുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബ്രിട്ടീഷുകാരാണ് മുഖ്യ ശത്രു. ബ്രിട്ടീഷുകാർ മുഖ്യ ശത്രു ആകുമ്പോൾ മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് ഇന്ത്യക്ക് മേലുള്ള ഒരു പവർ എന്ന് പറഞ്ഞാൽ മുഗൾ ഭരണോ അല്ലെങ്കിൽ മുസ്ലിം ഏതെങ്കിലും തരത്തിലുള്ള മുസ്ലിം ഭരണോ ഇന്ന് ഇന്ത്യയിൽ ഇല്ല. അവർക്ക് ആ ഭരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, നമുക്കും ഭരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടാളും ഒരർത്ഥത്തിൽ തുല്യ ദുഃഖിതരാണ്. മറിച്ച് അധികാരത്തിലിരിക്കുന്ന മുസ്ലിം അല്ലാത്തത് കൊണ്ട് കൂടെ കൂട്ടുന്നതിൽ വിഷയമില്ല എന്നുള്ള നിലപാട് ആ സമയത്താണ് സ്വീകരിക്കുന്നത്. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്ന കാലത്താണ് സവർക്കറുടെ മൊത്തം ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്പമെങ്കിലും മുസ്ലിങ്ങളോട് ഒരു സഹിഷ്ണുത കാണിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 പുസ്തകങ്ങളാണ് സവർക്കറുടേതായിട്ട് ആ സമയത്ത് പുറത്തു വരുന്നത്. മാത്രമല്ല സവർക്കറുടെ ജീവിതത്തിൽ 1910 വരെയാണ്, 4 കൊല്ലാണ് ഇംഗ്ലണ്ടിൽ കഴിയുന്നത്. ഇംഗ്ലണ്ടിൽ കഴിയുമ്പോൾ ചില സംഭവവികാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സവർക്കർ ആ സമയത്ത് ഒരു തരത്തില് ഒരു വിപ്ലവ പ്രവർത്തനം വഴി ബ്രിട്ടീഷുകാരെ അട്ടിമറിക്കാനുള്ള രീതിയിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അവിടെ ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഫ്രാൻസിലുമായിട്ട് റഷ്യൻ വിപ്ലവകാരികൾ, ഒളിവിൽ കഴിയുന്ന റഷ്യൻ വിപ്ലവകാരികളുണ്ട്. ലോകത്തെ പലയിടത്തുള്ള വിപ്ലവകാരികളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ പലതരം ആയുധങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഉദാഹരണമായിട്ട് ബോംബ് നിർമ്മിക്കാൻ അവർക്കറിയാം. അപ്പോ സവർക്കർ ഈ സേനാപതി ബൊപ്പട്ടിനെയും അതുപോലെ തന്നെ വേറൊരാളെയും പാരീസിലേക്ക് അയച്ച് റഷ്യൻ വിപ്ലവകാരികളിൽ, അന്ന് റഷ്യയിലെ ഒരുപാട് ഭീകര സംഘടനകൾ അന്ന് സാർ ചക്രവർത്തിക്കെതിരെ പ്രവർത്തിക്കുന്ന കാലമാണ്, അവരിൽ നിന്ന് ബോംബ് ഉണ്ടാക്കാനുള്ള മാനുവല് സംഘടിപ്പിക്കുകയാണ്. അത് റഷ്യൻ ഭാഷയിലായിരുന്നു. തിരിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഇംഗ്ലീഷിലാക്കിയിട്ട് അതിനെ ഇന്ത്യയിലേക്ക് അയക്കും. എന്ന് പറഞ്ഞാൽ അഭിനവ് ഭാരതിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അയക്കും. അപ്പോഴേക്കും ഈ അനുശീലൻ സമിതി പോലെയുള്ള മറ്റ് ചില വിപ്ലവ സംഘടനകള് ബംഗാളിലും മറ്റും പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അപ്പൊ ഇവരൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, പരസ്പരം ഒരു ബന്ധം ഉണ്ടാവുന്നുണ്ട്. ഈ കണക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബ്രാഹ്മണ സംഘങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഈ സായുധ ഗ്രൂപ്പുകൾ, ഒരു കമ്മ്യൂണിസ്റ്റ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള സായുധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 90% ഈ ബ്രാഹ്മണിക് സായുധ ഗ്രൂപ്പാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഭഗത് സിംഗിന്റെ ഗ്രൂപ്പിലൊക്കെയാണ് ഒരു വ്യത്യാസം ഉള്ളത്. വേറൊരു തരത്തിലൊരു ആധുനികമായിട്ടുള്ള ലാഹോർ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തെ പഞ്ചാബ് കേന്ദ്രീകരിച്ചുണ്ടാവുന്ന ഗ്രൂപ്പാണ് ഒരു വ്യത്യസ്ത ഗ്രൂപ്പ് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബോംബ് ഉണ്ടാക്കാനുള്ള മാനുവല് അയക്കുക മാത്രമല്ല, ഇന്ത്യയില് ഇതിന് ഈ ബോംബ് പ്രയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു അറ്റാക്ക് നടക്കുകയാണ്. അപ്പൊ അത് നടക്കുന്ന ബംഗാളിലാണ്. ബംഗാളില് പ്രഫുല്ല ചക്കി എന്ന് പറയുന്ന ഒരാളും കുതിറാം ബോസും കൂടിയിട്ട് അവിടുത്തെ കൽക്കത്തയിലെ ഡഗ്ലസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനെ കൊല്ലാൻ വേണ്ടി ബോംബ് എറിയും. പക്ഷെ ബോംബ് തെറ്റിയിട്ട് വേറെ ഒരു വണ്ടിയിലാണ് വീഴുക. മരിക്കുന്ന വേറെ 2 സ്ത്രീകളാണ്. അപ്പൊ അത് അന്വേഷിച്ചു വന്നപ്പോൾ ഇവരെ കയ്യിൽ നിന്ന് ഈ ബോംബ് മാനുവല് കിട്ടുന്നുണ്ട്. ഈ ബോംബ് മാനുവല് സവർക്കർ ഇങ്ങോട്ട് അയച്ച ബോംബ് മാനുവല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സവർക്കറുടെ ജ്യേഷ്ഠൻ GD സവർക്കർക്കാണ് ഇതൊക്കെ അയച്ചു കൊടുക്കുന്നത്. GD സവർക്കർ വേറെ ആരോടോ ഇതിനെപ്പറ്റി സംസാരിക്കുകയും
ആ വിവരം പോലീസിന് കിട്ടുകയും ചെയ്തിട്ട് GD സവർക്കറുടെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ ബോംബ് മാനുവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ GD സവർക്കർ അറസ്റ്റിലാവുന്നു. ഈ പറയുന്ന ഖുദിറാം ബോസ്, പ്രഫുല്ല ചക്കി അപ്പൊ തന്നെ പിടികൂടുമ്പോ തന്നെ മരിക്കുന്നുണ്ട്. അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യുന്നുണ്ട്, മറ്റാളെ പിടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവവികാസങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു. GD സവർക്കർ പിടിയിലാവുന്നു. GD സവർക്കർ പിടിയിലാവുക മാത്രമല്ല, GD സവർക്കർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയിട്ട് GD സവർക്കർ ആൻഡമാനിലേക്ക് അയക്കുകയാണ്. ഈ സമയത്ത് സവർക്കർ ലണ്ടനിലാണ്. അപ്പൊ സവർക്കറെ സംബന്ധിച്ചിടത്തോളം ഇത് മൊത്തം ഈ കുടിപ്പകയാണല്ലോ. ഈ അല്ലാതെ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞ കുടിപ്പകയായിട്ട് ചേർന്ന് കിടക്കുന്ന, ദുരഭിമാന കൊലയായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഉടൻ തന്നെ പകരം വീട്ടണമെന്ന് സവർക്കർ നിശ്ചയിക്കുകയാണ്. സവർക്കർ നിശ്ചയിച്ചിട്ട് സവർക്കർ അതിനായിട്ട് തെരഞ്ഞെടുക്കുന്ന മദൻലാൽ ധിംഗ്ര എന്ന് പറയുന്ന പഞ്ചാബി ആയിട്ടുള്ള ഇന്ത്യ ഹൗസിലെ അന്തേവാസിയാണ് സവർക്കർ ഇതിനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ മദൻലാൽ ധിംഗ്ര ഇവിടെ പഠിക്കാൻ വരുന്ന, പഞ്ചാബിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ വരുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് വരുന്നത്. അവർ വലിയ കുടുംബത്തിലെ ആളുകളാണ്. അച്ഛൻ ഡോക്ടറോ മറ്റോ ആണ്. പിന്നെ 2 സഹോദരന്മാർ ഡോക്ടറാണ്, 2 സഹോദരന്മാർ ബാരിസ്റ്റർമാരാണ്. അങ്ങനെ വലിയൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്നും സമ്പന്നമായ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യ ഹൗസിൽ എത്തിപ്പെടുമ്പോൾ സവർക്കറുടെ ഈ വശീകരണ ശക്തിയിൽ ധിംഗ്ര അടിപ്പെടുക എന്ന് പറഞ്ഞാൽ ധിംഗ്ര ഒരു ഘട്ടത്തും എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എന്നാണ് രക്തസാക്ഷിയാവേണ്ടതെന്ന് ചോദിച്ചു കിടക്കുന്ന ഒരു തരത്തിലേക്ക് ധിംഗ്ര സവർക്കറാൽ വശീകരിക്കപ്പെടുന്നുണ്ട്. അപ്പം സവർക്കർ പറയുന്നത്, ഒരു രക്തസാക്ഷി അങ്ങനെ ചോദിച്ചു തുടങ്ങുമ്പോൾ അതിനുള്ള സമയമായി എന്നാണ് അർത്ഥം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചേട്ടൻ പിടിയിലായപ്പോൾ ഈ കുടിപ്പക തീർക്കാൻ സവർക്കർ നിയോഗിക്കുന്ന ആള് ധിംഗ്രയാണ്. ധിംഗ്ര 1909 ജൂലൈ മാസത്തില് അവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു പാർട്ടികൾ ഉണ്ടാവും രാത്രികാലങ്ങളിൽ. അപ്പൊ അതിനെ ഈ ബ്രിട്ടീഷുകാരും അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കാരണം ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചുകൂടി സുദൃഢമാകുന്നതിന് ഈ പാർട്ടികൾ ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് അവിടെ അത്തരം പാർട്ടികൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുമായിരുന്നു. അവിടേക്കാണ് മദൻലാൽ ധിംഗ്ര കയറി ചെല്ലുന്നത്. അപ്പൊ അന്ന് രാത്രി ഏതാണ്ട് 11 മണിയായപ്പോൾ കഴ്സൺ വൈലി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, അത് ഇന്ത്യ കാര്യങ്ങള് നിയന്ത്രിച്ചിരുന്ന ഹാമിൽട്ടൺ പ്രഭുവിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. സർ കഴ്സൺ വൈലി അവിടേക്ക് കടന്നു വരും, ഈ ഹാളിലേക്ക് കടന്നു വരും. അപ്പൊ ഈ കഴ്സൺ വൈലി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ മതിപ്പുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. കാരണം ഇന്ത്യക്കാരെ കുറെ കൂടി സഹായിച്ചിരുന്ന ഒരാളാണ്. ഈ സവർക്കർ എന്നെ ഇംഗ്ലണ്ടിൽ വരുന്ന സമയത്ത് എനിക്ക് ബജറ്റ് അവതരണം കാണണം എന്ന് പറഞ്ഞപ്പോൾ, ബ്രിട്ടീഷ് ബജറ്റ് അവതരിപ്പിക്കുന്നത് കാണണം എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഈ വൈലിയാണ്. അതുപോലെ തന്നെ മദൻലാൽ ധിംഗ്രയുടെ കുടുംബവുമായിട്ട് പരിചയമുണ്ടായിരുന്നു, അവരുമായിട്ട് പരിചയമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മദൻലാൽ ധിംഗ്രയെ കാണുമ്പോൾ ഈ കഴ്സൺ വൈലി അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വന്ന് സംസാരിച്ച് കൊണ്ടിരിക്കെ ഈ കോൾട്ടൺ എന്ന് പറയുന്ന തോക്ക് എടുത്തിട്ട് 4 വെടിയുണ്ട വെക്കുകയാണ്. അങ്ങനെ വൈലി അവിടെ വെച്ച് മരിക്കുന്നു. അപ്പൊ ഇത് തടയാൻ ചെന്ന ഒരു പാഴ്സി ഡോക്ടറെ, കവാച്ച ലാൽജി എന്ന് പറയുന്ന ഒരു ഡോക്ടറെയും ഇയാള് കൊല്ലും അവിടെ വെച്ചിട്ട്. അങ്ങനെ 2 കൊലപാതകങ്ങൾ ആ സ്ഥലത്ത് നടക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഇയാളെ വിചാരണ തുടങ്ങാണ്. അപ്പൊ സവർക്കർ പിൽക്കാലത്ത് ധനഞ്ജയ് കീറിനോട്, തൻ്റെ ജീവചരിത്ര കർത്താവായ ധനഞ്ജയ് കീറിനോട് പറയുന്നത്, ഈ സ്റ്റേഷനിൽ നിന്ന് കയറ്റി വിടുമ്പോൾ, ഏതൊരു സ്റ്റേഷനിൽ നിന്ന് ഇയാളെ കയറ്റി വിടുമ്പോൾ കയ്യിൽ തോക്ക് കൊടുക്കുന്ന സവർക്കറാണ്. തോക്ക് കൊടുത്തിട്ട് പറയും, ഈ ദൗത്യം പരാജയപ്പെട്ട പിന്നെ നിന്റെ മുഖം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. അപ്പൊ ഇതിനു മുമ്പ് സവർക്കർ ഉദ്ദേശിച്ചിരുന്ന കഴ്സൺ പ്രഭുവിനെ കൊല്ലാനാണ്. അതായത് ഇന്ത്യയില് ബംഗാൾ വിഭജനത്തിനൊക്കെ കാരണക്കാരനായ കഴ്സൺ പ്രഭുവിനെ കൊല്ലാനാണ് സവർക്കർ വിചാരിച്ചിരുന്നത്. അതിനുവേണ്ടി ധിംഗ്രയെ വിട്ടതാണ്. പക്ഷെ ധിംഗ്രയ്ക്ക് ആ ഹാളിലേക്ക്, കഴ്സൺ പ്രഭു പ്രസംഗിക്കുന്ന ഹാളിലേക്ക് സമയം കഴിഞ്ഞുകൊണ്ട് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതിന് പകരമാണ് ഈ കൊലപാതകം നടത്തുന്നത്. അപ്പൊ ധിംഗ്ര പിടിയിലാവുന്നു. പിറ്റേ ദിവസം വലിയ വാർത്ത ആവുന്നു.
ഇന്ത്യയിലെ പ്രധാന നേതാക്കളൊക്കെ അതിനെ അപലപിക്കാൻ തുടങ്ങുന്നു. കാരണം ഇങ്ങനെ ഒരു വാർ യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തെ പരാജയപ്പെടുത്തുള്ളൂ എന്ന നിലയാണ് അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ സുരേന്ദ്രനാഥ ബാനർജി മുതലായ ഒരുപക്ഷെ സവർക്കറോടും കൂട്ടരോടും ആനുകൂല്യം പുലർത്തിയിരുന്നു എന്ന് പറയാവുന്ന ബിപിൻ ചന്ദ്ര പാൽ പോലെയുള്ള ആൾക്കാർ വരെ ഈ സംഭവത്തെ തള്ളിപ്പറയാണ് ഉണ്ടായത്. അപ്പൊ ഇതിന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സവർക്കറുടെ കുടിപ്പക, അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. രണ്ടാമത്, ഈ കൊലപാതകം നടത്തുന്നത് ഏതെങ്കിലും സൈനിക ഉദ്യോഗസ്ഥനെയോ ഇന്ത്യക്കാർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള പട്ടാളക്കാരെയോ അല്ലെങ്കിൽ പോലീസുകാരെയോ ക്രൂരത കാണിച്ചിട്ടുള്ള ഒരാളെ അല്ല, താരതമ്യേന സൗമ്യനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ്. അദ്ദേഹത്തിന് ജോലി ചെയ്യുന്നു എന്നല്ലാതെ മറ്റൊരു തരത്തില് അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറയാനില്ല. അങ്ങനെ ഒരാളെയാണ് കൊലപ്പെടുത്തുന്നത്. അപ്പൊ അത് വലിയ തരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തും, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതാണ് പൊതുവേ ഉണ്ടായിരുന്ന ഒരു ധാരണ. ആ സമയത്ത് ഈ ദിങ്ക്രയുടെ വിചാരണ ജൂലൈ 1 നടക്കുന്നത്. 1909 ജൂലൈ 1 ഈ കൊലപാതകം നടക്കുന്നത്. ജൂലൈ 10 തന്നെ ഇദ്ദേഹത്തിന്റെ വിചാരണ തുടങ്ങുന്നുണ്ട്. ആ 10 ഗാന്ധി ഇംഗ്ലണ്ടിലുണ്ട്. ഗാന്ധി ആ സമയത്ത് വലിയ തോതിൽ ഇതിനെ അപലപിക്കുന്നുണ്ട്. ഗാന്ധി പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കൊള്ളക്കൂട്ടാണ് വിജയിക്കുന്നതെങ്കിൽ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള വിവേകവും ഇല്ലാതെ പെരുമാറുന്ന, അല്ലെങ്കിൽ കുടിപ്പകയോടുകൂടി എതിരാളിയെ നേരിടുന്ന കൊള്ളക്കൂട്ടമാണ് ജയിക്കുന്നതെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന, എന്തെങ്കിലും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗവൺമെന്റ് എന്തായിരിക്കും ഗാന്ധി അന്നേ ചോദിക്കുന്നുണ്ട്. ഗാന്ധി വലിയ തരത്തിലും ഈ ദിങ്ക്രയെ നയിച്ച ആശയങ്ങളെയും വിമർശിക്കുന്നുണ്ട്. ഗാന്ധി പറയുന്നത് ദിങ്ക്ര ലഹരിക്ക് അടിമപ്പെട്ട ആളായിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറഞ്ഞാല് എന്തെങ്കിലും തരത്തിലുള്ള കഞ്ചാവോ കള്ള് അല്ലെങ്കിൽ ലഹരി പദാർത്ഥം കുടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ചിലതരം ആശയങ്ങൾ ലഹരി മരുന്നുകളെ പോലെ പ്രവർത്തിക്കും. അങ്ങനെ ലഹരി മരുന്ന് പോലെ പ്രവർത്തിച്ച ഒരാശയമാണ് ദിങ്ക്രയെ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നത്.